നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. അമ്പലപ്പുഴ ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പുതുവൽ കോമനയിൽ അന്തരിച്ച ആർ രാജേഷിന്റെ കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൈമാറി. തെരുവ് നായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പയിന് തുടക്കം കുറിക്കുമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നല്ല വീട് നല്ല നാട് പരിപാടി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA സലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിന് സമീപം സപ്ലൈകോ പീപ്പിൾസ് ബസാറിലെ സ്കൂൾ ഫെയറിന് തുടക്കമായി. വാർഡ് കൗൺസിലർ ഹെലൻ ഫെർണാണ്ടസ് സ്കൂൾ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുറക്കാട് പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വ്യക്തിഗത ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. ഇലക്ട്രോണിക് വീൽ ചെയറുകൾ, കട്ടിലുകൾ എന്നിവയടക്കമാണ് വിതരണം ചെയ്തത്. വാർത്തകൾ വിശദമായി. അമ്പലപ്പുഴ ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പുതുവൽ കോമനയിൽ അന്തരിച്ച ആർ രാജേഷിന്റെ കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ മന്ത്രി സജി ചെറിയാൻ കൈമാറി. CPIM അമ്പലപ്പുഴ ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗവും മത്സ്യത്തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന അമ്പലപ്പുഴ പുതുവൽ കോമനയിൽ അന്തരിച്ച ആർ രാജേഷിന്റെ കുടുംബത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽ മന്ത്രി സജി ചെറിയാൻ കൈമാറി. രാജേഷിന്റെ ഭാര്യ അജിത, മകൻ അജേഷ് എന്നിവർ മന്ത്രിയിൽ നിന്നും താക്കോൽ ഏറ്റുവാങ്ങി. ഒരു പാർട്ടിയും ചെയ്യാത്ത മാതൃകാപരമായ ഒരു പ്രവർത്തനം ഈ കേരളത്തിലെ CPM-ന്റെ 2500 ലോക്കൽ കമ്മിറ്റികൾ 2500 വീട് വെച്ച് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതിൽ 90% വീടുകളും പൂർത്തീകരിച്ച് താക്കോൽ കൊടുത്തു എന്നത് അഭിമാനത്തോടെ പറയാൻ ഞാൻ സാധിക്കുക. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ LC സെക്രട്ടറി അരുൺ പറഞ്ഞത് ഞങ്ങൾ പണിയുന്ന രണ്ടാമത്തെ വീട്. ഇതാണ് കേരളത്തിലെ CPM എന്ന് പറഞ്ഞൊരു മാതൃക. മറ്റൊരു പാർട്ടിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഞങ്ങൾ 1000 വീട് വെച്ച് കൊടുക്കുമെന്ന് പറയാം, പക്ഷെ വീട് വെച്ച് കൊടുത്ത് നടത്തില്ല. 2500 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ 2400 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ 2400 വീടുകൾ വെച്ച് കൊടുക്കാൻ തയ്യാറായ ഒരു പാർട്ടി, ജനങ്ങളുടെ പാർട്ടി എന്ന നിലയിൽ ഇന്നും കേരളത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതിന്റെ കാരണം ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് മാത്രമാണ്. വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിച്ചു നൽകിയ സർക്കാരാണിത്. പിണറായി വിജയൻ സർക്കാർ തുടക്കം കുറിച്ച ലൈഫ് മിഷൻ പദ്ധതി വഴി 4.65 ലക്ഷം വീടുകൾ പൂർത്തിയാക്കി താക്കോൽ കൈമാറി. 5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചതെങ്കിൽ ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോൾ 5.5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കും. ഇതിനു പുറമെ സംസ്ഥാനത്താകമാനമുള്ള CPIM-ന്റെ 2500 ലോക്കൽ കമ്മിറ്റികൾ നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഇതിൽ പൂർത്തീകരിച്ച 2400 വീടുകളുടെ താക്കോലും കൈമാറി. ഇത്തരം കാര്യങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളും വാഗ്ദാനങ്ങളിൽ മാത്രം ഒരുക്കുമ്പോൾ ജനങ്ങളെ ചേർത്ത് നിർത്തിയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതാണ് CPIM-ന്റെ മാതൃകയെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. വീടിന് സമീപം ചേർന്ന സമ്മേളനത്തിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ A. ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ MLA സലാം, ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് R. രാഹുൽ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C. ഷാംജി, AP ഗുരുലാൽ, K. മോഹൻകുമാർ, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ, ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ P. അരുൺകുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. തെരുവ് നായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പയിനിന് തുടക്കം കുറിക്കുമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. തെരുവ് നായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും അത് വേണ്ട വിധത്തിൽ നടപ്പാക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ല എന്നും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ABC ഷെൽട്ടറുകൾ സ്ഥാപിക്കണമെന്നും തെരുവ് നായ്ക്കളെ കൃത്യമായി വന്ധീകരണം നടത്തണമെന്ന സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ പോലും തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്നില്ല എന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലയിലെ 500ഓളം റെസിഡൻസ് അസോസിയേഷനുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മെയ് 15 മുതൽ ജൂൺ 15 വരെയുള്ള ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുക, ഓരോ ജീവനും വിലപ്പെട്ടതെന്ന ക്യാമ്പയിന് തുടക്കം കുറിക്കുമെന്നും ജില്ലയിലെ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻപിലും പ്രകടനവും ധർണയും നടത്തുവാൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. പ്രതിപാദിക്കുന്നത് വളരെ അടിയന്തരമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതുപോലെ ഇത്തരം മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഓർഗനൈസേഷനുമൊക്കെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന, തെരുവിൽ അകപ്പെട്ടിരിക്കുന്ന ഇത്തരം ജീവികളെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള
ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് കഞ്ഞിപ്പുര, ഗോശാല ഇതുപോലുള്ള സ്ഥാപനങ്ങളുണ്ടാക്കി അവയെ അവിടെ വളർത്തുകയും അതുപോലെ തന്നെ പ്രത്യുത്പാദനം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെറിലൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും അവർക്കാവശ്യമായ സുഭിക്ഷമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഈ കേരളത്തിൽ അത്തരമൊരു കാര്യത്തിന് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് ദയനീയമായ സാഹചര്യം. ഇപ്പം അല്ലെങ്കിൽ അതിൻ്റെ വേദി എന്ന നിലയിൽ റെസിഡൻറ്റ് അസോസിയേഷനുകൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചില പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കമാലം മക്കീൽ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, ജില്ലാ ജനറൽ സെക്രട്ടറി BR ഭദ്രൻ, ജില്ലാ ട്രഷറർ ബിജു സാരംഗി, ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിയിൽ, വൈസ് പ്രസിഡന്റ് KN അനിരുദ്ധൻ, സെക്രട്ടറിമാരായ അൻഷാദ് അരൂർ, G അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നല്ല വീട് നല്ല നാട് പരിപാടി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H സലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നല്ല വീട് നല്ല നാട് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ക്യാമ്പയിൻ അമ്പലപ്പുഴ MLA H സലാം ഉദ്ഘാടനം ചെയ്തു. നന്നായി ഒരു കേന്ദ്രീകൃത സ്വഭാവത്തോടുകൂടിയും ജനകീയ സ്വഭാവത്തോടുകൂടിയും ചെയ്യണം എന്ന രീതിയിൽ നമ്മൾ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു മുൻനിരമായിട്ടാണ് ആദ്യത്തെ യോഗം ഇവിടെ നിശ്ചയിച്ചത്. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ശാസ്ത്രീയമായ കാര്യങ്ങളും സമീപനങ്ങളും നല്ലതുപോലെ മനസ്സിലാക്കി നമ്മുടെ നാട്ടിൽ ഈ ക്യാമ്പയിൻ ഏറ്റവും ഭംഗിയായി വിജയിപ്പിക്കണം എന്ന് മാത്രം വളരെ ചെറിയ വാക്കിൽ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. കരവൂരിൽ 10:30 മണിക്ക് ബഹുമാനമുള്ള വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ചെല്ലേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ മറ്റ് ജനപ്രതിനിധികളും അതുപോലെ നമ്മുടെ ഡോക്ടേഴ്സും മറ്റ് ഹെൽത്ത് വർക്കേഴ്സായിട്ടുള്ള ആൾക്കാരെല്ലാം ഇവിടെ നമ്മൾ സംസാരിക്കും. വാർഡുതല ജാഗ്രതാ സമിതി പുനഃസംഘടിപ്പിക്കുക, മഴക്കാലപൂർവ്വ വാഹന പ്രചാരണം, വാർഡ് ശുചീകരണം, സ്പ്രേയിങ്, ജീവജല യാത്ര, ക്ലോറിനേഷൻ, ലഘുലേഖ വിതരണം, കൊതുക് നിവാരണത്തിനായി ഗപ്പി മത്സ്യങ്ങളെ വളർത്തൽ, മുൻവർഷങ്ങളിലെ രോഗബാധിത കേന്ദ്രങ്ങളിൽ അവലോകന സന്ദർശനം, പരിസര മലിനീകരണം തടയൽ എന്നീ പ്രവർത്തനങ്ങളാണ് ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് S ഹാരിസ് ചടങ്ങിൽ അധ്യക്ഷനായി. പുന്നപ്ര വടക്ക്, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജിത സതീശൻ, ശോഭ ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സതി രമേശ്, PR അശോകൻ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രജിത് കാരിക്കൽ, കുഞ്ഞുമോൾ സജീവ്, ലേഖമോൾ സനിൽ, റസിയ ബേബി, K മനോജ് കുമാർ, അമ്പലപ്പുഴ വടക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോൺ ബ്രിട്ടോ, പുറക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിബു സുകുമാരൻ, ഹെൽത്ത് സൂപ്പർവൈസർ J ഷെജിമോൻ എന്നിവർ സംസാരിച്ചു. മഴക്കാല രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും TD മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ VS വിശ്വകല ക്ലാസ് എടുത്തു. UHTC AMO ഡോക്ടർ അരുൺകുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിന് സമീപം സപ്ലൈകോ പീപ്പിൾസ് ബസാറിലെ സ്കൂൾ ഫെയറിന് തുടക്കമായി. വാർഡ് കൗൺസിലർ ഹെലൻ ഫെർണാണ്ടസ് സ്കൂൾ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിന് സമീപം സപ്ലൈകോ പീപ്പിൾസ് ബസാറിലെ സ്കൂൾ ഫെയറിന് തുടക്കമായി. പൊതുവിപണിയിലെ വിലക്കയറ്റത്തിന് തടയിടാനും സാധാരണക്കാർക്ക് ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാനുമായിട്ടാണ് മേള ആരംഭിച്ചിരിക്കുന്നത്. വാർഡ് കൗൺസിലർ ഹെലൻ ഫെർണാണ്ടസ് ബുക്ക് ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ സപ്ലൈകോയിലും എല്ലാവർക്കും സാധാരണക്കാർക്കൊക്കെ മേടിച്ച് ജീവിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ സ്കൂൾ ഉപകരണങ്ങൾ, അതായത് നോട്ട്ബുക്ക്, കൊടകൾ, ബാഗ് എല്ലാം നമ്മുടെ സപ്ലൈകോ വഴി മിതമായ രീതിയിൽ സബ്സിഡി ഇനത്തിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഇത്തരം സേവനങ്ങൾ എല്ലാ APL, BPL, എല്ലാ പൊതുഭാഗത്ത് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ജനങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നമ്മുടെ സർക്കാരിന്റെ സംരംഭങ്ങളെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് നിങ്ങൾ. സപ്ലൈകോ ആലപ്പുഴ ഡിപ്പോ മാനേജർ S രാകേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സപ്ലൈകോ ആലപ്പുഴ ഡിപ്പോ ജൂനിയർ മാനേജർ S വനജകുമാരി, ഫെയർ കോർഡിനേറ്റർ VV രമേശ്, സപ്ലൈകോ പീപ്പിൾസ് ബസാർ ഔട്ട്ലെറ്റ് മാനേജർ PK ജോൺ, മറ്റ് ഔട്ട്ലെറ്റ് മാനേജർമാരായ KM സലീം, TP വർഗീസ്, ഡിപ്പോ ജീവനക്കാരായ അഞ്ചൽ, ഷീന, പാർവതി, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിലവിൽ വിവിധ കമ്പനികളുടെ നോട്ട്ബുക്കുകൾ, സ്കൂൾ ബാഗ്, കുട, ഇൻസ്ട്രുമെന്റ് ബോക്സ്, വാട്ടർ ബോട്ടിൽ അടക്കം പൊതുവിപണിയിൽ നിന്നും വ്യത്യസ്തമായി 25% വരെ ഡിസ്കൗണ്ടിൽ ലഭ്യമാകുമെന്നും അധികൃതർ പറഞ്ഞു. പുറക്കാട് പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വ്യക്തിഗത ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. ഇലക്ട്രോണിക് വീൽചെയറുകൾ, കട്ടിലുകൾ എന്നിവയടക്കമാണ് വിതരണം ചെയ്തത്.
പുറക്കാട് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വ്യക്തിഗത ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. 264 പേർക്ക് 5000 രൂപ വീതം വില വരുന്ന കട്ടിലുകൾ, 3 പേർക്ക് 1,10,000 രൂപ വീതം വില വരുന്ന ഇലക്ട്രോണിക് വീൽചെയറുകൾ എന്നിവയാണ് നൽകിയത്. എച്ച് സലാം MLA ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇങ്ങനൊരു കാര്യം നിങ്ങളോട് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ, അങ്ങനെ കഴിയുന്നത് ഒന്ന് നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതി ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. 2 ആവിഷ്കരിക്കപ്പെടുന്നത് ഒരു നയാ പൈസ പോലും നഷ്ടപ്പെടുത്താതെ ഞങ്ങൾ പ്രതികരിക്കപ്പെടുന്ന ജനവിഭാഗത്തിന് വേണ്ടി അത് കൃത്യമായി ചെലവഴിക്കണം എന്ന താല്പര്യം ഭരണാധികാരിക്ക് ഉണ്ടാവുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. ഈ 2 കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നഷ്ടപ്പെട്ടു പോകാതെ ഇത് കൃത്യമായി ചെയ്യാൻ പറ്റുള്ളൂ. പുറക്കാട് പഞ്ചായത്തിൻ്റെ പദ്ധതികൾ തീരദേശവും അതുപോലെ കാർഷിക മേഖലയിലാണ് പ്രധാനപ്പെട്ട ജനവിഭാഗം. മറ്റ് ധാരാളമായ ജോലികൾ ചെയ്യുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. പൊതുവെ നോക്കിയാൽ വളരെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്നതാണ് പുറക്കാട് പഞ്ചായത്തിലെ ജനവിഭാഗം എന്ന് പറയുന്നത്. മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തനതായ ഫണ്ട് ഏറ്റവും കുറവുള്ള പഞ്ചായത്താണ് പുറക്കാട് പഞ്ചായത്ത്. ഓൺ ഫണ്ട് ഏറ്റവും കുറവാണ്. അതിന് കാരണം സർക്കാർ ഓഫീസുകളും മറ്റുമെല്ലാം താരതമ്യേന എണ്ണം കുറവാണ്. തോട്ടപ്പള്ളി നാലുചിറ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് A. സുദർശനൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ K. രാജീവൻ, അഡ്വക്കേറ്റ് V.S. ജിനിരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R. ഉണ്ണി, പഞ്ചായത്ത് അംഗങ്ങളായ ലീന രജനീഷ്, അമ്മണി വിജയൻ, CPIM തോട്ടപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M. സോമൻ, സന്ധ്യ വേണുഗോപാൽ, G. കാവ്യ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V.S. മായാദേവി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്പലപ്പുഴ ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പുതുവൽ കോമനയിൽ അന്തരിച്ച R. രാജേഷിന്റെ കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൈമാറി. തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പയിന് തുടക്കം കുറിക്കുമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നല്ല വീട് നല്ല നാട് പരിപാടി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA എച്ച് സലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിന് സമീപം സപ്ലൈകോ പീപ്പിൾസ് ബസാറിലെ സ്കൂൾ ഫെയറിന് തുടക്കമായി. വാർഡ് കൗൺസിലർ ഹെലൻ ഫെർണാണ്ടസ് സ്കൂൾ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുറക്കാട് പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വ്യക്തിഗത ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. ഇലക്ട്രോണിക് വീൽചെയറുകൾ, കട്ടിലുകൾ എന്നിവയടക്കമാണ് വിതരണം ചെയ്തത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.